സോളാർ വൈദ്യുതോൽപാദനം വർദ്ധിപ്പിച്ച് തൃത്താലയെ ആദ്യ സമ്പൂർണ്ണ സോളാർ മണ്ഡലമാക്കുകയാണ് ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും ഹരിത സൗരോർജ്ജ വരുമാന പദ്ധതി രജിസ്ട്രേഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം തൃത്താല നിയോജക മണ്ഡലത്തിൽ 2021-22 വർഷം മുതൽ ഭവന നിർമ്മാണാനുകൂല്യം ലഭിച്ച് പൂർത്തീകരിച്ചതും നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലിരിക്കുന്നതുമായ ലൈഫ് ഗുണഭോക്താക്കളുടെ സംഗമവും തൃത്താല മണ്ഡലത്തെ സമ്പൂർണ്ണ സോളാർ മണ്ഡലമാക്കുന്നതിന്റെ ഭാഗമായുള്ള പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയായ ഹരിത വരുമാന പദ്ധതിയുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിനും മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ 2024 വീടുകളിൽ എവിടെയെല്ലാം സോളാർ പാനൽ സ്ഥാപിക്കാൻ കഴിയുമോ അവിടെയെല്ലാം സോളാർ പാനൽ സ്ഥാപിച്ച് സോളാർ വൈദ്യുത ഉൽപാദനം വർദ്ധിപ്പിക്കുക. അങ്ങനെ തൃത്താലയെ കേരളത്തിലെ ആദ്യത്തെ സോളാർ മണ്ഡലമാക്കി മാറ്റുക. ലക്ഷ്യമോ രണ്ട് പ്രയോജനമാണ് തോന്നുന്നത്. ഒന്ന്, നിങ്ങളുടെ വൈദ്യുത ചാർജ് ലാഭിക്കാൻ പറ്റും. ഇപ്പോ വൈദ്യുതിക്ക് കൊടുക്കുന്ന പൈസ ലാഭിക്കാനാവും. രണ്ടാമത്തെ കാര്യം, അധികമായിട്ട് ഉണ്ടാകുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് കൊടുത്ത് ACBക്ക് കൊടുത്ത് നിങ്ങൾക്ക് ലൈഫ് ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യതയില്ലാതെ വീടുകളിൽ പുരപ്പുറ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിലൂടെ വീടുകളിലെ വൈദ്യുത ചാർജ് ലാഭിക്കുന്നതോടൊപ്പം അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEB ഗ്രിഡിന് നൽകി വരുമാനമുണ്ടാക്കാനും സാധിക്കും. ഇതിലൂടെ തൃത്താലയിൽ മാതൃക സൃഷ്ടിക്കാനാകും. ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് KSEBയും അനർട്ടും പരിശോധിച്ച് സോളാർ സ്ഥാപിക്കാവുന്ന അനുയോജ്യമായ വീടുകൾ കണ്ടെത്തും. രാജ്യം ശ്രദ്ധിക്കുന്ന ഒരു മാതൃക തൃത്താലയിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നും പദ്ധതി വിജയകരമായാൽ മറ്റ് സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തൃത്താലയിൽ 2600ഓളം കിലോവാട്ട് വൈദ്യുതി നിലവിൽ സോളാറിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അടുത്ത ഒരു വർഷത്തിൽ പദ്ധതി കൂടുതൽ ഇടങ്ങളിലേക്ക് വിപുലീകരിക്കും. 1000ഓളം വീടുകളിൽ നിന്ന് സൗരോർജ്ജ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന അധ്യക്ഷയായി. ലൈഫ് മിഷൻ കോർഡിനേറ്റർ G അനീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അനർട്ട് ജില്ലാ പ്രൊജക്ട് എഞ്ചിനീയർ ഹരിത തൊഴിൽ രജിസ്ട്രേഷൻ വിതരണം ചെയ്തു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് തൃത്താല. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.